ഇന്ന് ദിവസം 182. ഇന്ന് വായിക്കുന്ന വചനഭാഗങ്ങൾ 2 രാജാക്കന്മാർ അധ്യായം 16, മീഖ പ്രവചൻ്റെ പുസ്തകത്തിൽ നിന്ന് അധ്യായങ്ങൾ 1 മുതൽ 4 വരെ, സങ്കീർത്തനങ്ങൾ 139. 2 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നിന്ന് അധ്യായം 16. ആഹാസ് യൂദാ രാജാവ്. റമാലിയയുടെ പുത്രനായ പെക്കാഹിൻ്റെ 17-ാം ഭരണവർഷം യൂദാ രാജാവായ യോഥാമിൻ്റെ പുത്രൻ ആഹാസ് ഭരണം തുടങ്ങി. അപ്പോൾ അവന് 20 വയസ്സായിരുന്നു. അവൻ 16 വർഷം ജെറുസലേമിൽ ഭരിച്ചു. പിതാവായ ദാവീദിനെ പോലെയല്ല അവൻ ജീവിച്ചത്. അവൻ തൻ്റെ ദൈവമായ കർത്താവിൻ്റെ മുൻപിൽ നീതി പ്രവർത്തിച്ചില്ല. ഇസ്രായേൽ രാജാക്കന്മാരുടെ പാതയിൽ അവൻ ചരിച്ചു. കർത്താവ് ഇസ്രായേൽ ജനത്തിൻ്റെ മുൻപിൽ നിന്ന് ഉച്ചാടനം ചെയ്ത ജനതകളുടെ മ്ലേച്ഛമായ ആചാരമനുസരിച്ച് അവൻ സ്വന്തം പുത്രനെ ബലിയർപ്പിക്കുക പോലും ചെയ്തു. അവൻ പൂജാഗിരികളിലും കുന്നുകളിലും മരച്ചുവട്ടിലും ബലികളും ധൂപവും അർപ്പിച്ചു. സിറിയ രാജാവായ റസീനും ഇസ്രായേൽ രാജാവും റമാലിയയുടെ പുത്രനുമായ പെക്കാഹും ജെറുസലേമിനെതിരെ വന്ന് ആഹാസിനെ ആക്രമിച്ചു. എങ്കിലും തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല. അക്കാലത്ത് ഏദോം രാജാവ് ഏലാത്ത് വീണ്ടെടുത്ത് ഏദോമിനോട് ചേർക്കുകയും ഏലാത്തിൽ നിന്ന് യൂദാ ജനത്തെ ഓടിച്ചു കളയുകയും ചെയ്തു. ഏദോമ്യർ ഏലാത്തിൽ വന്നു. അവർ ഇന്നോളം അവിടെ താമസിക്കുന്നു. ആഹാസ് ദൂതന്മാരെ അയച്ച് അസീറിയ രാജാവായ തിഗ്ലാത്ത് പിലേസറിനെ അറിയിച്ചു, അങ്ങനെ ഞാൻ അങ്ങയുടെ ദാസനും പുത്രനുമാണ്. എന്നെ ആക്രമിക്കുന്ന സിറിയ രാജാവിൻ്റെയും ഇസ്രായേൽ രാജാവിൻ്റെയും കൈകളിൽ നിന്ന് അങ്ങ് രക്ഷിക്കണം. ആഹാസ് ദേവാലയത്തിലെ സ്വർണവും വെള്ളിയും കൊട്ടാരത്തിലെ നിധികളും അസീറിയ രാജാവിന് സമ്മാനമായി അയച്ചു. അസീറിയ രാജാവ് അപേക്ഷ സ്വീകരിച്ചു. അവൻ ചെന്ന് ദമാസ്കസ് കീഴടക്കി നിവാസികളെ ബന്ധിച്ച് കീറിലേക്ക് കൊണ്ടുപോയി റസീനെ കൊല്ലുകയും ചെയ്തു. ആഹാസ് രാജാവ് അസീറിയ രാജാവായ തിഗ്ലാത്ത് പിലേസറിനെ സന്ദർശിക്കാൻ ദമാസ്കസിൽ ചെന്നപ്പോൾ അവിടുത്തെ ബലിപീഠം കണ്ടു. ആഹാസ് രാജാവ് പുരോഹിതൻ ഊറിയായിക്ക് ബലിപീഠത്തിൻ്റെ വിശദാംശങ്ങൾ ഉൾക്കൊള്ളുന്ന മാതൃകയും അളവുകളും കൊടുത്തയച്ചു. ആഹാസ് രാജാവ് ദമാസ്കസിൽ നിന്ന് തിരിച്ചെത്തുന്നതിന് മുൻപ് അവൻ കൊടുത്തയച്ച മാതൃകയിൽ പുരോഹിതൻ ഊറിയ ബലിപീഠം നിർമ്മിച്ചു. ദമാസ്കസിൽ നിന്ന് വന്നപ്പോൾ രാജാവ് ബലിപീഠം നോക്കിക്കണ്ടു. അവൻ അതിന്മേൽ ദഹനബലിയും ധാന്യബലിയും പാനീയബലിയും സമാധാന ബലിയുടെ രക്തവും അർപ്പിച്ചു. അവൻ കർത്താവിൻ്റെ മുൻപിലുണ്ടായിരുന്ന ഓടുകൊണ്ടുള്ള ബലിപീഠം ദേവാലയത്തിൻ്റെയും ബലിപീഠത്തിൻ്റെയും മധ്യയിൽ നിന്ന് മാറ്റി ബലിപീഠത്തിന് വടക്കുവശത്ത് സ്ഥാപിച്ചു. ആഹാസ് രാജാവ് പുരോഹിതൻ ഊറിയായോട് കൽപ്പിച്ചു, മഹാബലിപീഠത്തിൽ പ്രഭാത ദഹനബലിയും സായാഹ്ന ധാന്യബലിയും രാജാവിൻ്റെ ദഹനബലിയും ധാന്യബലിയും ജനത്തിൻ്റെ ദഹനബലിയോടും ധാന്യബലിയോടും പാനീയബലിയോടും ചേർത്ത് അർപ്പിക്കണം. ദഹനബലിയുടെയും മറ്റു ബലികളുടെയും രക്തം അതിന്മേൽ തളിക്കണം. ഓട്ടുബലിപീഠം എനിക്ക് ഉപദേശമാരായാനാണ്. ആഹാസ് കൽപ്പിച്ചതുപോലെ അവൻ പ്രവർത്തിച്ചു. രാജാവ് പീഠങ്ങളുടെ ചട്ടം മുറിച്ചു മാറ്റുകയും ക്ഷാളനപാത്രം നീക്കുകയും ഓട്ടുകാളുകൾ താങ്ങുന്ന ജലസംഭരണി അവിടെ നിന്നെടുത്ത് കല്ലിൽ തീർത്ത പീഠത്തിന്മേൽ സ്ഥാപിക്കുകയും ചെയ്തു. സാബത്തിൽ ഉപയോഗിക്കാൻ കൊട്ടാരത്തിൽ നിർമ്മിച്ചിരുന്ന മേൽപ്പുരയുള്ള വഴിയും രാജാവിന് ദേവാലയത്തിലേക്ക് വരാനുള്ള ബാഹ്യ കവാടവും അസീറിയ രാജാവിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി അവൻ നീക്കം ചെയ്തു. ആഹാബിൻ്റെ മറ്റു പ്രവർത്തനങ്ങൾ യൂദാ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. ആഹാസ് പിതാക്കന്മാരോട് ചേർന്നു ദാവീദിൻ്റെ നഗരത്തിൽ അവരോടൊപ്പം സംസ്കരിക്കപ്പെട്ടു. പുത്രൻ ഹെസക്കിയ രാജാവായി. മീഖ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് അധ്യായം 1. സമരിയയ്ക്കെതിരെ ആരോപണം. മൊരേഷ്യത്തുകാരനായ മിക്കായ്ക്ക് യോഥാം, ആഹാസ്, ഹെസക്കിയ എന്നീ യൂദാ രാജാക്കന്മാരുടെ നാളുകളിൽ കർത്താവിൽ നിന്ന് അരുളപ്പാടുണ്ടായി. സമരിയയെയും ജെറുസലേമിനെയും സംബന്ധിക്കുന്ന ഒരു ദർശനത്തിലാണ് ഇത് ലഭിച്ചത്. ജനതകളെ കേൾക്കുവിൻ, ഭൂമിയും അതിലുള്ള സമസ്തവും ശ്രദ്ധിക്കട്ടെ. ദൈവമായ കർത്താവ് തൻ്റെ വിശുദ്ധ ഭവനത്തിൽ നിന്ന് നിങ്ങൾക്കെതിരെ സാക്ഷ്യം വഹിക്കട്ടെ. കർത്താവ് തൻ്റെ വിശുദ്ധ സ്ഥലത്തു നിന്ന് പുറപ്പെടുന്നു. ഭൂമിയിലെ പൂജാഗിരികൾ ചവിട്ടിമെതിക്കാൻ ഇറങ്ങി വരുന്നു. അഗ്നിയുടെ മുൻപിൽ മെഴുകുപോലെയും കിഴക്കാന്തോക്കിലൂടെ പ്രവഹിക്കുന്ന ജലം പോലെയും അവിടുത്തെ കാൽച്ചുവട്ടിൽ പർവ്വതങ്ങൾ ഉരുകും, താഴ്വരകൾ പിളരും. യാക്കോബിൻ്റെ അതിക്രമവും ഇസ്രായേൽ ഭവനത്തിൻ്റെ പാപവുമാണ് ഇതിന് കാരണം. എന്താണ് യാക്കോബിൻ്റെ അതിക്രമം? അത് സമരിയ അല്ലേ? എന്താണ് യൂദാ ഭവനത്തിൻ്റെ പാപം? അത് ജെറുസലേം അല്ലേ? അതിനാൽ ഞാൻ സമരിയയെ
വെളിമ്പ്രദേശത്തെ കൂനയാക്കും. മുന്തിരി കൃഷി ചെയ്യാനുള്ള സ്ഥലം തന്നെ. അവളുടെ കല്ലുകൾ ഞാൻ താഴ്വരയിലേക്ക് വലിച്ചെറിയും. അവളുടെ അസ്ഥിവാരങ്ങൾ ഞാൻ അനാവൃതമാക്കും. അവളുടെ വിഗ്രഹങ്ങൾ തച്ചുടയ്ക്കും. അവളുടെ വേതനം അഗ്നിയിൽ ദഹിപ്പിക്കും, ബിംബങ്ങൾ നശിപ്പിക്കും. വേശ്യയുടെ വേതനം വഴിയാണ് അവൾ അവ സമ്പാദിച്ചത്. വേശ്യയുടെ വേതനമായി അത് തിരിച്ചു കൊടുക്കും. ജെറുസലേമിനെക്കുറിച്ച് വിലാപം. ഇതോർത്ത് ഞാൻ ദുഃഖിച്ചു കരയും. നഗ്നനും നിഷ്പാതുകനുമായി ഞാൻ നടക്കും. കുറുനരികളെപ്പോലെ ഞാൻ നിലവിളിക്കും. ഒട്ടകപ്പക്ഷികളെപ്പോലെ ഞാൻ വിലപിക്കും. എന്തെന്നാൽ അവളുടെ മുറിവുകൾ ഒരിക്കലും സുഖപ്പെടാത്തതാണ്. അത് യൂദാ വരെ, എൻ്റെ ജനത്തിൻ്റെ കവാടമായ ജെറുസലേം വരെ എത്തിയിരിക്കുന്നു. ഗത്ത് നിവാസികളോട് നിങ്ങളിത് പറയരുത്, കരയുകയും അരുത്. ബേത്ത്ലെയാഫ്രിലെ പൊടിമണ്ണിൽ വീണുരുളുക. ഷാഫീർ നിവാസികളെ, നഗ്നരും ലജ്ജിതരുമായി കടന്നു പോകുവേൻ. സാനാൻ നിവാസികൾ പുറത്തു വരുന്നില്ല. ബേത്ത് ഏലസിൽ നിന്നുള്ള വിലാപം നിന്നെ നിരാലംബയാക്കും. കർത്താവ് അയച്ച അനർത്ഥം ജെറുസലേമിൻ്റെ കവാടത്തിലെത്തിയതിനാൽ മാരോത്ത് നിവാസികൾ ഉത്കണ്ഠാഭരിതരാണ്. ലാക്കീഷ് നിവാസികളെ, രഥത്തിൽ കുതിരകളെ പൂട്ടുവിൻ. സിയോൻ പുത്രിയുടെ പാപത്തിന് കാരണം നിങ്ങളാണ്. ഇസ്രായേലിൻ്റെ അപരാധങ്ങൾ നിങ്ങൾ ആവർത്തിച്ചു. അതിനാൽ മൊറേഷത്ത് ഗത്തിന് വിട നൽകുവിൻ. അഗീസു ഭവനങ്ങൾ ഇസ്രായേൽ രാജാക്കന്മാരെ നിരാശരാക്കും. മരേഷ നിവാസികളെ, നിങ്ങളെ കീഴടക്കാൻ ഒരുവനെ വീണ്ടും ഞാൻ കൊണ്ടുവരും. ഇസ്രായേലിൻ്റെ മഹത്വം അതുല്ലാം ഗുഹയിൽ ഒളിക്കും. നിങ്ങളുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ പ്രതി ശിരസ് മുണ്ഡനം ചെയ്യുവിൻ. അവർ നാടുകടത്തപ്പെടും. അതിനാൽ കഴുകനെ പോലെ നിങ്ങളുടെ ശിരസ് കഷണ്ടിയാക്കുവിൻ. മീഖ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് അധ്യായം 2. ചൂഷകർക്കെതിരെ. കിടക്കയിൽ വെച്ച് തിന്മ നിരൂപിക്കുകയും ദുരുപായങ്ങൾ ആലോചിക്കുകയും ചെയ്യുന്നവർക്ക് ദുരിതം. കയ്യൂക്കുള്ളതിനാൽ പുലരുമ്പോൾ അവരത് ചെയ്യുന്നു. അവർ വയലുകൾ മോഹിക്കുന്നു, അവ പിടിച്ചടക്കുന്നു. വീടുകൾ മോഹിക്കുന്നു, അവ സ്വന്തമാക്കുന്നു. വീട്ടുടമസ്ഥനെയും അവൻ്റെ കുടുംബത്തെയും മനുഷ്യനെയും അവൻ്റെ അവകാശത്തെയും അവർ പീഡിപ്പിക്കുന്നു. അതിനാൽ കർത്താവ് അരുളി ചെയ്യുന്നു, ഈ ഭവനത്തിനെതിരെ ഞാൻ അനർത്ഥങ്ങൾ ഒരുക്കിയിരിക്കുന്നു. അതിൽ നിന്ന് തലവലിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. ഇത് അനർത്ഥങ്ങളുടെ കാലമാകിയാൽ നിങ്ങൾക്ക് തല ഉയർത്തി നടക്കാനാവില്ല. ആ ദിവസങ്ങളിൽ നിങ്ങളെ അധിക്ഷേപിച്ച് അവർ ദയനീയമായ വിലാപഗാനം പാടും. ഞങ്ങൾ തീർത്തും നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. എൻ്റെ ജനത്തിൻ്റെ ഓഹരി അവിടുന്ന് എടുത്തു മാറ്റിയിരിക്കുന്നു. അവിടുന്ന് അത് എന്നിൽ നിന്ന് നീക്കിക്കളഞ്ഞിരിക്കുന്നു. ഞങ്ങളെ തടവിലാക്കിയവർക്ക് അവിടുന്ന് ഞങ്ങളുടെ വയലുകൾ വിഭജിച്ചു കൊടുത്തു. അതിനാൽ നിങ്ങൾക്ക് സ്ഥലം അളന്നു തരാൻ കർത്താവിൻ്റെ സഭയിൽ ആരുമുണ്ടായിരിക്കുകയില്ല. പ്രസംഗിക്കരുത്. ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ആരും പ്രസംഗിച്ചുകൂടാ. അപമാനം നമ്മെ പിടികൂടുകയില്ല എന്ന് അവർ പ്രസംഗിക്കുന്നു. യാക്കോബ് ഭവനമേ, ഇങ്ങനെ പറയണമായിരുന്നോ? കർത്താവിന് ക്ഷമയറ്റോ? ഇതൊക്കെ അവിടുത്തെ പ്രവൃത്തികളോ? നീതിനിഷ്ഠയോടെ വ്യാപരിക്കുന്നവന് എൻ്റെ വാക്കുകൾ നന്മ ചെയ്യുകയില്ലേ? എന്നാൽ നീ എൻ്റെ ജനത്തിനെതിരെ ഒരു ശത്രുവിനെ പോലെ വരുന്നു. യുദ്ധഭീതിയില്ലാതെ നിർഭയരായി കടന്നു പോകുന്ന സമാധാന പ്രിയരിൽ നിന്ന് നീ മേലങ്കി ഉരിഞ്ഞെടുക്കുന്നു. നിങ്ങൾ എൻ്റെ ജനത്തിലെ സ്ത്രീകളെ അവരുടെ മനോഹരമായ ഭവനങ്ങളിൽ നിന്ന് ആട്ടി ഓടിക്കുന്നു. അവരുടെ ശിശുക്കളിൽ നിന്ന് എൻ്റെ മഹത്വം എന്നേക്കുമായി നിങ്ങൾ അപഹരിക്കുന്നു. നിങ്ങൾ ഇവിടം വിട്ടു പോകുവിൻ. വിശ്രമയോഗ്യമായ സ്ഥലമല്ല ഇത്. ഇവിടം അശുദ്ധമാണ്. ഇത് നിങ്ങളെ നശിപ്പിക്കും, സമൂലം നശിപ്പിക്കും. വീഞ്ഞിനെയും വീര്യമുള്ള പാനീയങ്ങളെയും കുറിച്ച് ഞാൻ പ്രസംഗിക്കുമെന്ന് ആരെങ്കിലും പൊങ്ങച്ചം പറഞ്ഞാൽ അവനായിരിക്കും ഈ ജനത്തിന് ചേർന്ന പ്രസംഗകൻ. യാക്കോബേ, ഞാൻ നിങ്ങളെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടും. ഇസ്രായേലിൽ അവശേഷിച്ച എല്ലാവരെയും ഞാൻ ശേഖരിക്കും. ആലയിൽ ആട്ടിൻപറ്റമെന്ന പോലെയും മേച്ചിൽ സ്ഥലത്തെ കാലിക്കൂട്ടമെന്ന പോലെയും അവരെ ഞാൻ ഒരുമിച്ച് കൂട്ടും. ശബ്ദമുഖരിതമായ സമൂഹമായിരിക്കും അത്. മതിലിൽ പഴുതുണ്ടാക്കുന്നവർ അവർക്ക് മുൻപേ പോകും. അവർ കവാടം തകർത്ത് പുറത്തു കടക്കും. അവരുടെ രാജാവ് അവർക്ക് മുൻപേ നടക്കും. കർത്താവ് അവരെ നയിക്കും. മീഖ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് അധ്യായം 3. നീതിരഹിതരായ നേതാക്കന്മാർ. ഞാൻ പറഞ്ഞു, യാക്കോബിൻ്റെ തലവന്മാരെ, ഇസ്രായേൽ ഭവനത്തിൻ്റെ അധിപന്മാരെ, ശ്രവിക്കുവിൻ. നീതി അറിയുക നിങ്ങളുടെ കടമയല്ലേ? നന്മയെ ദ്വേഷിക്കുകയും തിന്മയെ സ്നേഹിക്കുകയും ചെയ്യുന്ന നിങ്ങൾ എൻ്റെ ജനത്തിൻ്റെ തൊലി ഉരിഞ്ഞെടുക്കുന്നു. അവരുടെ അസ്ഥികളിൽ നിന്ന് മാംസവും. നിങ്ങൾ എൻ്റെ ജനത്തിൻ്റെ മാംസം ഭക്ഷിക്കുന്നു, തൊലി ഉരിഞ്ഞെടുക്കുന്നു. അവരുടെ അസ്ഥികൾ തകർക്കുന്നു. ചട്ടിയിലെ ഇറച്ചിയും കുട്ടകത്തിലെ മാംസവും പോലെ അവരെ നുറുക്കുകയും ചെയ്യുന്നു. അവർ കർത്താവിനെ വിളിച്ചപേക്ഷിക്കും, അവിടുന്ന് മറുപടി നൽകുകയില്ല. അവരുടെ ദുഷ്കർമ്മങ്ങൾ നിമിത്തം അവിടുന്ന് അവരിൽ നിന്ന് മുഖം മറച്ചു കളയും. എൻ്റെ ജനത്തെ വഴിതെറ്റിക്കുകയും
ഭക്ഷിക്കാൻ എന്തെങ്കിലും കിട്ടിയാൽ സമാധാനം എന്ന് പ്രഘോഷിക്കുകയും ഭക്ഷണം കൊടുക്കാത്തവനെതിരെ യുദ്ധം പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന പ്രവാചകന്മാരെക്കുറിച്ച് കർത്താവ് അരുളി ചെയ്യുന്നു. നിങ്ങൾക്കിനി ദർശനമില്ലാത്ത രാത്രിയും ഭാവി ഫലം അറിയാനാവാത്ത അന്ധകാരവുമായിരിക്കും ഉണ്ടാവുക. പ്രവാചകന്മാരുടെ മേൽ സൂര്യൻ അസ്തമിക്കും, പകൽ അവർക്ക് ഇരുട്ടായി മാറും. ദീർഘദർശികൾ അപമാനിതരാകും, ഭാവി പറയുന്നവർ ലജ്ജിതരാകും. ദൈവത്തിൽ നിന്ന് ഉത്തരം ലഭിക്കായികയാൽ അവർ വായ്പൊത്തും. ഞാനാകട്ടെ യാക്കോബിനോട് അവൻ്റെ അതിക്രമങ്ങളും ഇസ്രായേലിനോട് അവൻ്റെ പാപങ്ങളും വിളംബരം ചെയ്യുന്നതിനു വേണ്ടി കർത്താവിൻ്റെ ആത്മാവിനാലും ബലത്താലും നീതിയാലും ശക്തിയാലും നിറഞ്ഞിരിക്കുന്നു. യാക്കോബ് ഭവനത്തിൻ്റെ തലവന്മാരെ, ഇസ്രായേൽ കുടുംബത്തിലെ അധിപന്മാരെ കേൾക്കുവിൻ. നിങ്ങൾ നീതിയെ വെറുക്കുകയും ഋജുവായതെല്ലാം വളച്ചു കളയുകയും ചെയ്യുന്നു. രക്തത്താൽ നിങ്ങൾ സിയോൻ പണിതുയർത്തുന്നു, അധർമ്മത്താൽ ജെറുസലേമും. അതിൻ്റെ ന്യായാധിപന്മാർ കോഴ വാങ്ങി വിധിക്കുന്നു, പുരോഹിതന്മാർ കൂലി വാങ്ങി പഠിപ്പിക്കുന്നു, പ്രവാചകന്മാർ പണത്തിനു വേണ്ടി ഭാവി പറയുന്നു. എന്നിട്ടും അവർ കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് പറയുന്നു, കർത്താവ് നമ്മുടെ മധ്യത്തിലില്ലേ, നമുക്കൊരനർത്ഥവും വരികയില്ല. നിങ്ങൾ നിമിത്തം സിയോൻ വയൽ പോലെ ഉഴുതുമറിക്കപ്പെടും, ജെറുസലേം നാശകൂമ്പാരമാകും, ദേവാലയഗിരി വനമായി തീരും. മീഖ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് അധ്യായം 4. സിയോൻ രക്ഷാകേന്ദ്രം. അന്തിമ നാളുകളിൽ കർത്താവിൻ്റെ ആലയം സ്ഥിതി ചെയ്യുന്ന മല ഗിരിശൃംഗങ്ങൾക്ക് മുകളിൽ സ്ഥാപിക്കപ്പെടും, കുന്നുകൾക്ക് മുകളിൽ ഉയർത്തപ്പെടും. ജനതകൾ അവിടേക്ക് പ്രവഹിക്കും. വരുവിൻ, നമുക്ക് കർത്താവിൻ്റെ ഗിരിയിലേക്ക്, യാക്കോബിൻ്റെ ദൈവത്തിൻ്റെ ഭവനത്തിലേക്ക് പോകാം. അവിടുന്ന് തൻ്റെ മാർഗങ്ങൾ നമ്മെ പഠിപ്പിക്കും. നമുക്ക് അവിടുത്തെ വഴികളിലൂടെ നടക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അനേകം ജനതകൾ വരും. സിയോനിൽ നിന്ന് നിയമവും ജെറുസലേമിൽ നിന്ന് കർത്താവിൻ്റെ വചനവും പുറപ്പെടും. അവിടുന്ന് അനേകം ജനതകൾക്കിടയിൽ ന്യായം വിധിക്കും. വിദൂരസ്ഥമായ പ്രബല രാജ്യങ്ങൾക്ക് അവിടുന്ന് വിധിയാളനായിരിക്കും. അവർ തങ്ങളുടെ വാളുകൾ കൊഴുവായും കുന്തങ്ങൾ വാക്കത്തിയായും രൂപാന്തരപ്പെടുത്തും. ജനം ജനത്തിനെതിരെ വാളുയർത്തുകയില്ല, അവർ മേലിൽ യുദ്ധം അഭ്യസിക്കുകയില്ല. അവരോരോരുത്തരും താങ്കളുടെ മുന്തിരിത്തോപ്പിലും അത്തിമരച്ചോട്ടിലുമായിരിക്കും. ആരും അവരെ ഭയപ്പെടുത്തുകയില്ല. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്തിരിക്കുന്നു, എല്ലാ ജനതകളും തങ്ങളുടെ ദൈവത്തിൻ്റെ നാമത്തിൽ ചരിക്കുന്നു. നാം നമ്മുടെ ദൈവമായ കർത്താവിൻ്റെ നാമത്തിൽ എന്നെന്നും വ്യാപരിക്കും. കർത്താവ് അരുളി ചെയ്യുന്നു, അന്ന് ഞാൻ മുടന്തരെ ഒരുമിച്ച് കൂട്ടും, ചിതറിക്കപ്പെട്ടവരെയും ഞാൻ പീഡിപ്പിച്ചവരെയും ശേഖരിക്കും. മുടന്തരെ ഞാൻ എൻ്റെ അവശേഷിച്ച ജനമാക്കും, ബഹിഷ്കൃതരെ പ്രബല ജനതയാക്കും. അന്നു മുതൽ എന്നേക്കും സിയോൻ മലയിൽ കർത്താവ് അവരുടെ മേൽ വാഴും. അജഗണത്തിൻ്റെ ഗോപുരമേ, സിയോൻ പുത്രിയുടെ പർവ്വതമേ, പൂർവകാലത്തെ ആധിപത്യം, ഇസ്രായേൽ പുത്രിയുടെ രാജത്വം നിന്നിലേക്ക് വരും. നീ ഇപ്പോൾ ഉച്ചത്തിൽ കരയുന്നു, നിനക്ക് രാജാവില്ലേ? നിന്റെ ഉപദേഷ്ടാവ് മരിച്ചുപോയോ? ഈറ്റുനോവ് പോലെ കഠിനവേദന നിന്നെ കീഴടക്കിയിരിക്കുന്നത് എന്തുകൊണ്ട്? സിയോൻ പുത്രി, പ്രസവവേദന അനുഭവിക്കുന്ന സ്ത്രീയെ പോലെ നീ വേദനയാൽ പുളയുക. നീ ഇപ്പോൾ ഈ നഗരം വിട്ടുപോയി വിജനപ്രദേശത്ത് വസിക്കേണ്ടി വരും. നീ ബാബിലോണിലേക്ക് പോകും, അവിടെ വച്ച് നീ രക്ഷിക്കപ്പെടും. കർത്താവ് നിന്നെ ശത്രുകരങ്ങളിൽ നിന്ന് വീണ്ടെടുക്കും. അനേകം ജനതകൾ നിനക്കെതിരെ സമ്മേളിച്ച് പറയുന്നു, അവൾ അശുദ്ധയാകട്ടെ, നമുക്ക് അവളുടെ നാശം കണ്ട് സന്തോഷിക്കാം. എന്നാൽ കർത്താവിൻ്റെ വിചാരങ്ങൾ അവർ അറിയുന്നില്ല, അവിടുത്തെ ആലോചനകൾ അവർ ഗ്രഹിക്കുന്നില്ല. മെതിക്കളത്തിൽ കറ്റയെന്ന പോലെ അവിടുന്ന് അവരെ ശേഖരിച്ചിരിക്കുന്നു. സിയോൻ പുത്രി, എഴുന്നേറ്റ് മെതിക്കുക. ഞാൻ നിന്റെ കൊമ്പ് ഇരുമ്പും കുളമ്പ് പിച്ചളയുമാക്കും. അനവധി ജനതകളെ നീ ചിതറിക്കും. അവരിൽ നിന്നെടുത്ത കൊള്ള മുതൽ നീ കർത്താവിന് അർപ്പിക്കും. അവരുടെ സമ്പത്ത് ഭൂമി മുഴുവൻ്റെയും കർത്താവിന് നീ കാഴ്ചവെക്കും. സങ്കീർത്തനങ്ങൾ 139. എല്ലാം കാണുന്ന ദൈവം. കർത്താവെ, അവിടുന്ന് എന്നെ പരിശോധിച്ചറിഞ്ഞിരിക്കുന്നു. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അവിടുന്ന് അറിയുന്നു. എൻ്റെ വിചാരങ്ങൾ അവിടുന്ന് അകലെ നിന്ന് മനസ്സിലാക്കുന്നു. എൻ്റെ നടപ്പും കിടപ്പും അങ്ങ് പരിശോധിച്ചറിയുന്നു. എൻ്റെ മാർഗങ്ങൾ അങ്ങേക്ക് നന്നായി അറിയാം. ഒരു വാക്ക് എൻ്റെ നാവിലെത്തുന്നതിന് മുൻപ് തന്നെ കർത്താവെ, അതവിടുന്ന് അറിയുന്നു. മുൻപിലും പിൻപിലും അവിടുന്ന് എനിക്ക് കാവൽ നിൽക്കുന്നു. അവിടുത്തെ കരം എൻ്റെ മേലുണ്ട്. ഈ അറിവ് എന്നെ വിസ്മയിപ്പിക്കുന്നു. എനിക്ക് അപ്രഭ്യമം വിധം അത് ഉന്നതമാണ്. അങ്ങയിൽ നിന്ന് ഞാൻ എവിടെ പോകും? അങ്ങയുടെ സന്നിധി വിട്ട് ഞാൻ എവിടെ ഓടി ഒളിക്കും? ആകാശത്തിൽ കയറിയാൽ അങ്ങ് അവിടെയുണ്ട്. ഞാൻ പാതാളത്തിൽ കിടക്ക വിരിച്ചാൽ അങ്ങ് അവിടെയുണ്ട്. ഞാൻ പ്രഭാതത്തിൻ്റെ ചിറക് ധരിച്ച് സമുദ്രത്തിൻ്റെ അതിർത്തിയിൽ ചെന്ന് വസിച്ചാൽ അവിടെയും അങ്ങയുടെ കരം എന്നെ നയിക്കും.
അങ്ങയുടെ വലത്ത് കൈ എന്നെ പിടിച്ചു നടത്തും. ഇരുട്ട് എന്നെ മൂടട്ടെ, എൻ്റെ ചുറ്റുമുള്ള പ്രകാശം ഇരുട്ടായി തീരട്ടെ എന്ന് ഞാൻ പറഞ്ഞാൽ ഇരുട്ട് പോലും അങ്ങേക്ക് ഇരുട്ടായിരിക്കുകയില്ല. രാത്രി പകൽ പോലെ പ്രകാശപൂർണമായിരിക്കും. എന്തെന്നാൽ അങ്ങേക്ക് ഇരുട്ട് പ്രകാശം പോലെ തന്നെയാണ്. അവിടുന്നാണ് എൻ്റെ അന്തരംഗത്തിന് രൂപം നൽകിയത്. എൻ്റെ അമ്മയുടെ ഉദരത്തിൽ അവിടുന്ന് എന്നെ മെനഞ്ഞു. ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. എന്തെന്നാൽ അങ്ങെന്നെ വിസ്മയനീയമായി സൃഷ്ടിച്ചു. അവിടുത്തെ സൃഷ്ടികൾ അത്ഭുതകരമാണ്. എനിക്കത് നന്നായി അറിയാം. ഞാൻ നിഗൂഢതയിൽ ഉരുവാക്കപ്പെടുകയും ഭൂമിയുടെ അധോഭാഗങ്ങളിൽ വെച്ച് സൂക്ഷ്മതയോടെ സൃഷ്ടിക്കപ്പെടുകയും ചെയ്തപ്പോൾ എൻ്റെ രൂപം അങ്ങേക്ക് അജ്ഞാതമായിരുന്നില്ല. എനിക്ക് രൂപം ലഭിക്കുന്നതിന് മുൻപ് തന്നെ അവിടുത്തെ കണ്ണുകൾ എന്നെ കണ്ടു. എനിക്ക് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള നാളുകൾ ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ അങ്ങയുടെ പുസ്തകത്തിൽ അവ എഴുതപ്പെട്ടു. ദൈവമേ, അവിടുത്തെ ചിന്തകൾ എനിക്കെത്ര അമൂല്യമാണ്, അവ എത്ര വിപുലമാണ്. ഞാൻ എണ്ണാൻ നോക്കിയാൽ അവ മണൽത്തരികളേക്കാൾ അധികമാണ്. ഉണരുമ്പോൾ ഞാൻ അങ്ങയുടെ കൂടെയായിരിക്കും. ദൈവമേ, അവിടുന്ന് ദുഷ്ടനെ നിഗ്രഹിച്ചെങ്കിൽ, കൊലയാളികൾ എന്നെ വിട്ടകന്നെങ്കിൽ, അവർ അങ്ങയെ നീചമായി ധിക്കരിക്കുന്നു, അങ്ങയുടെ നാമത്തെ ദുഷിക്കുന്നു. കർത്താവേ, അങ്ങയെ വെറുക്കുന്നവരെ ഞാൻ വെറുക്കുന്നില്ലയോ? അങ്ങയെ എതിർക്കുന്നവരെ ഞാൻ ദ്വേഷിക്കുന്നില്ലയോ? ഞാൻ അവരെ പരിപൂർണമായി വെറുക്കുന്നു. അവരെ ശത്രുക്കളായി ഞാൻ പരിഗണിക്കുന്നു. ദൈവമേ, എന്നെ പരിശോധിച്ച് എൻ്റെ ഹൃദയത്തെ അറിയണമേ. എന്നെ പരീക്ഷിച്ച് എൻ്റെ വിചാരങ്ങൾ മനസ്സിലാക്കണമേ. വിനാശത്തിൻ്റെ മാർഗത്തിലാണോ ഞാൻ ചരിക്കുന്നതെന്ന് നോക്കണമേ. ശാശ്വത മാർഗത്തിലൂടെ എന്നെ നയിക്കണമേ.